ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചായ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ ചായ ഉണ്ടാക്കുന്നത് എല്ലാവരും പല രീതിയിലാണ്. ചായയുടെ നല്ല ഗുണവും മണവും എല്ലാമുള്ള ഒരു നല്ല ചായയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനുണ്ടാക്കിയ ചായ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. ചായയുടെ ഗുണവും മണവും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു ചായ ഉണ്ടാക്കാം. 2 കപ്പ് ചായയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് വെള്ളം തിളപ്പിക്കാം. ഒരിക്കലും ചായ ഇടാൻ വെള്ളം വെക്കുമ്പം അതിൻ്റെ കൂടെ പഞ്ചസാരയോ തേയിലപ്പൊടിയോ ഇടരുത്. വെള്ളം നല്ലപോലെ തിളച്ച ശേഷം മാത്രമേ തേയിലപ്പൊടി ഇടാവൂ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെക്കാം. വേറൊരു പാത്രത്തിൽ 1 കപ്പ് നല്ല കൊഴുത്ത പാൽ തിളപ്പിക്കുക. ഒരിക്കലും വെള്ളവും പാലും വെച്ച് ചായ ഇടാനായിട്ട് വെക്കരുത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നല്ല രുചിയും ഗുണവുമുള്ള ചായ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിക്കണം. പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും പാലും വെള്ളവും തിളച്ച് വരുമ്പോഴത്തേക്ക് പഞ്ചസാരയും ഇടരുത്. പഞ്ചസാരയിലെ കെമിക്കലൊക്കെ പാലിനകത്ത് ചേർന്ന് ചായയുടെ രുചിയെ മാറിപ്പോകും. ഇത് നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ 2 കപ്പ് ചായയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ഈ കപ്പിലേക്ക് ഇടുകയാണ്. നമുക്ക് ഈ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചായയിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്ത പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ അരിച്ചു വെച്ചിരിക്കുകയാണ്. പാൽപ്പാട വീഴാനും പാടില്ല. പാൽപ്പാട വീണാലും ചായയ്ക്ക് വെണ്ണയുടെ രുചി വരും. നമുക്ക് ഈ ചായ ചൂടോടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒഴിച്ച് എടുക്കാം. ചായക്കൊരു പ്രത്യേക മണം വരെ ഉണ്ട്. നമുക്ക് കപ്പിലേക്ക് ചായ ഒഴിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ ചായയും കൂടി ഒഴിച്ചു കൊടുക്കുക. സൂപ്പറായിട്ടുള്ള ചായ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.